കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ലൊരു ദിവസത്തിന്റെ പ്രഭാതത്തില് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ വചനത്തിന്റെ മഹത്വം കാണുവാനും ദൈവം നമുക്ക് അവസരം ഒരുക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതമന്നയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 22 വാക്യമാണ്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും എന്നുള്ളതായ വചനം, അത് എത്ര ആഴമേറിയ ഒരു വാഗ്ദത്ത നിവർത്തിയാണെന്ന് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അവിടെ എന്ത് സുവിശേഷമാണുള്ളത്, ദൈവത്തിന്റെ 66 പുസ്തകങ്ങളിലെ സുവിശേഷം എന്താണ് എന്നൊക്കെ ദൈവവചനത്തിൽ വിശ്വാസമില്ലാത്തവര് ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ലോകോൽപ്പത്തിയെ പറ്റി വിശ്വാസമില്ലാത്ത വലിയ ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് കർത്താവ് 6 ദിവസം കൊണ്ടാണ് ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നതെന്ന സത്യം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ലോകോൽപ്പത്തിയെ പറ്റിയുള്ളതായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അന്തസത്ത ഉയർത്തി കാണിക്കുവാൻ തരുന്ന അനേക വചനങ്ങള് നാം വായിക്കുന്നത്. അതില് ദൈവമായ കർത്താവ് 6 ദിവസം കൊണ്ട്, അക്ഷരികമായ 6 ദിവസം കൊണ്ടാണ് ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് 1-ാം ദിവസം ഇത് സൃഷ്ടിച്ചു. അങ്ങനെ 6 ദിവസം കൊണ്ട് 6-ാമത്തെ ദിവസം പൊടിയിൽ നിന്ന് മനുഷ്യനെ, ആദാമിനെ സൃഷ്ടിച്ച് ആദാമിൽ നിന്ന് ഹവ്വയെ വേർപെടുത്തിയതൊക്കെ നാം വേദപുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. എന്നാലേ ഈ ദൈവം സൃഷ്ടിച്ചതായ, സൃഷ്ടിയുടെ മകുടമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ദൈവത്തെക്കാൾ ഉപരിയായി പിശാചിൽ വിശ്വസിച്ച്, അല്ലെങ്കിൽ പാമ്പ് പറഞ്ഞ വാക്ക് കേട്ടിട്ട് ദൈവത്തിൽ വിശ്വാസമില്ലാതെയായി ചെയ്യരുതാത്ത കാര്യം അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അവര് തോട്ടത്തിന് വെളിയിൽ പോകേണ്ടതായിട്ട് വന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സ്നേഹവാനായ ദൈവം അവരെ ഇല്ലാതാക്കാതെ അവർക്കൊരു വാഗ്ദത്തം കൊടുക്കുന്നതാണ്. ദൈവം മനുഷ്യനുമായി ചെയ്ത ആദ്യത്തെ വാഗ്ദത്തമാണ് അവിടെ നാം കാണുന്നത്. ആ 3-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിലെ സുവിശേഷമാണ് 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രഭാതമന്നയുടെ വിഷയം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ സുവിശേഷ നിവർത്തിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ സുവിശേഷ നിവർത്തി, അതാണ് ഇന്നത്തെ വിഷയം. ഇവിടെ നാം നോക്കുമ്പോൾ, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ വാഗ്ദത്തം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ കാതലായ സുവിശേഷം നമുക്ക് ഇവിടെ ദർശിക്കുവാൻ തക്കവണ്ണം കഴിയും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നുള്ളതായ വാഗ്ദത്തം, ആ വാഗ്ദത്ത നിവർത്തിയാണ് ഇന്നത്തെ ആധാരവാക്യമായി അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദാമിൽ പാപത്തിന്റെ അനന്തരഫലമായി മാനവരാശി പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റുവാങ്ങിയപ്പോൾ, ആദാമ്യരായ അല്ലെങ്കിൽ ആദാമിന്റെ മനുഷ്യ സന്തതി മുഴുവനും മരണത്തിന് വിധിക്കപ്പെടുമ്പോൾ, പാപത്തിന്റെ അനന്തരഫലം അനുഭവിക്കുമ്പോൾ, ക്രിസ്തുവിൽ എല്ലാവർക്കും ഒരു ജീവൻ നൽകുന്ന അനുഭവമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് തരുന്ന വലിയ പ്രത്യാശ. അവിടെ അതുകൊണ്ടാണ് ക്രിസ്തുവിൽ ജീവിപ്പിക്കപ്പെടും എന്ന് ആ വാഗ്ദത്ത നിവർത്തി നമ്മൾ അവിടെ കാണുന്നത്. ഇതാണ് കാൽവരിയിലെ ആ ഒരു അനുഭവം. കാൽവരിയുടെ മേട്ടില് കർത്താവ് എന്ത് ചെയ്തു? സാത്താന്റെ തല തകർക്കുകയാണ് ഉണ്ടായത്. ഈ മാനവരാശിയുടെ എല്ലാവരും അനുഭവിക്കേണ്ട മരണം തന്നെത്താൻ ഏറ്റുകൊണ്ട് കാൽവരിയുടെ ക്രൂശില് അവിടുന്ന് യാഗമായി തീർന്നപ്പോൾ എന്താ സംഭവിച്ചത്? മാനവരാശിക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് ക്രിസ്തു നിത്യജീവനെ ദാനമായി നൽകുകയാണ് ചെയ്തത്. അതുകൊണ്ട് ക്രിസ്തുവിൽ ജീവിച്ച് മരിക്കുന്ന വ്യക്തികൾക്ക് 2-ാം മരണത്തിന് അവകാശമില്ല. 2-ാം മരണം എന്ന് പറയുന്നത് ദുഷ്ടന്മാർക്കുള്ളതാണ്. 1-ാം മരണം എല്ലാവരും അക്ഷരികമായിട്ട് മരിക്കുമ്പോൾ 2-ാം മരണത്തിന് അവർക്ക് ഒരു സ്ഥാനവുമില്ല. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കുന്നതായ വ്യക്തികള് ജീവിപ്പിക്കപ്പെടും. കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്ന പ്രത്യാശ നമുക്ക് നൽകി തന്നിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കേണ്ടതായ കാര്യം, 1-ാം മനുഷ്യനായ ആദാമിന്റെ ആ
അനുഭവം രണ്ടാം ആദാമായ ക്രിസ്തു എന്ത് ചെയ്തു? മാറ്റി തന്നതുകൊണ്ട് മനുഷ്യപുത്രൻ എന്ത് ചെയ്തു? നമുക്ക് നിത്യജീവനെ നൽകി തന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം എത്ര വലിയ സ്നേഹമാണ് മാനവരാശിയോട് താൻ ചെയ്തത്. അവിടുന്ന് എത്ര വിശ്വസ്തനാണ്. ആദാമിന് കൊടുത്തതായ ആ ഒരു വാഗ്ദത്തം മാനവരാശിക്ക് വേണ്ടി കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ മുഴുവനും വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണം തന്റെ ചങ്കിലെ ചോരയാല് വിലയേറിയ രക്തത്താല് വിലയ്ക്ക് വാങ്ങിക്കുവാൻ തക്കവണ്ണം സാത്താൻ അടിമപ്പെട്ടിരുന്നതായ മാനവരാശിയെ അവിടുന്ന് തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തതായ അവിടുത്തെ സ്നേഹം അത് എത്ര വലിയതാണെന്ന് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ വിശ്വസ്തനായ ദൈവം ആദാമിന് കൊടുത്ത വാഗ്ദത്തം കാലസമ്പൂർണത വന്നപ്പോൾ അവിടുന്ന് നിവർത്തിക്കുകയുണ്ടായി. അവിടുത്തെ വിശ്വസ്തതയ്ക്ക് ഭംഗം വന്നില്ല. ഈ പ്രഭാതത്തിൽ നാം പഠിക്കുന്നത് ക്രിസ്തുവിലൂടെ നാം ജീവിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാൻ തരുന്ന പ്രത്യാശയിൽ ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്നതായ പ്രത്യാശയില്ലാത്ത ഒരു ലോകത്തില് ഓരോ ദിവസം കഴിയും തോറും മനുഷ്യന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നുകൊണ്ടിരിക്കുന്നതായ, നിരാശയാൽ മൂടപ്പെട്ടതായ ഒരനുഭവത്തിലേക്ക് സാത്താൻ വീണ്ടും വീണ്ടും മാനവരാശിയെ കൊണ്ടെത്തിക്കുമ്പോൾ, ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായി നമുക്ക് ആ നിത്യജീവനെ കരസ്ഥമാക്കുവാൻ തക്കവണ്ണം പ്രത്യാശിക്കാം. ദൈവം നമുക്ക് തരുന്ന ഓരോ ദിനത്തിലും ഈ പ്രത്യാശയുടെ നങ്കൂരം നമ്മുടെ ഹൃദയത്തിലേറ്റുകൊണ്ട് അവിടുത്തേക്ക് മഹത്വം കൊടുക്കുന്ന മക്കളായി ജീവിച്ച് അവിടുന്ന് ഒരുക്കുന്ന നിത്യഭാവനത്തിന്റെ ഓഹരിക്കാരാകുവാൻ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാം. ആ ആദാമിന് കൊടുത്ത വാഗ്ദത്തം അതിന്ന് നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. ക്രിസ്തുവിൽ ജീവിപ്പിക്കപ്പെടുന്നതായ അനുഭവത്തിലൂടെ ഓരോ നിമിഷവുമായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാലങ്ങൾ ചെല്ലും തോറും, ദിവസങ്ങൾ കഴിയും തോറും വിശ്വാസം കുറഞ്ഞ്, സ്നേഹം കുറഞ്ഞ് മനുഷ്യര് ദുഷ്ടന്മാരും അക്രമക്കാരും ആയിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയില് ദൈവഭക്തിയുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം തരുന്ന വചനങ്ങളിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. എല്ലാ പ്രത്യാശയും മങ്ങിയാലും ദൈവത്തിന്റെ വചനത്തിലുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തില് അത് ഉയർച്ച കൊണ്ടുവരും, അനുഗ്രഹം കൊണ്ടുവരും, ഉറപ്പും ധൈര്യവും പകരുന്നതാണ്. ആ പ്രത്യാശയിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആദാമിന്റെ മരണത്തിൽ നിന്ന്, ആദാം മുഖാന്തരമുണ്ടായ മരണത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു രണ്ടാം ആദാമായിട്ട് നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി നമ്മെ വീണ്ടെടുക്കുകയുണ്ടായി. മാനവരാശിയുടെ ജീവനെ നഷ്ടപ്പെടുത്തിയ ഒന്നാം ആദാമിന്റെ തലമുറക്കാരാകാതെ രണ്ടാം ആദാമിന്റെ പിന്മുറക്കാരായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒരുക്കി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണ്. ദൈവം മാറ്റമില്ലാത്തവനാണ്. അവിടുത്തെ വിശ്വസ്തതയ്ക്ക് ഒരു കുറവുമില്ല. അവിടുത്തെ ദീർഘക്ഷമയാലും ദയയാലും നമ്മെ അനുദിനം നയിക്കുന്നതായ, അനുദിനം പരിപാലിക്കുന്നതായ അവിടുത്തെ കൃപയിൽ നമുക്ക് ഈ പ്രഭാതത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവത്തിന്റെ ഉടമകളാകുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനേക വിഷയങ്ങൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി വരികയാണ്. പ്രത്യേകിച്ച് രോഗികള്, പലതരത്തിലുള്ളതായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നതായ വ്യക്തി ജീവിതങ്ങള്, നിരാശ നിറഞ്ഞതായ ജീവിതാനുഭവങ്ങളിൽപ്പെട്ടവര്, കടഭാരത്താൽ വലയുന്നവര്, അവരെയൊക്കെയും രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വിശ്വസ്തനും വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി അവിടുന്ന് ദാനം ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പച്ച. അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവവും കൈവിടാതെ ഞങ്ങളെ ചേർത്ത് അണയ്ക്കുന്ന ഒരു ദൈവവുമാകയാൽ അങ്ങയ്ക്ക് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരാതെ അവിടുത്തെ വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്കായിട്ട് ഞങ്ങളെ ഒരുക്കി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആദാമിന് കൊടുത്തതായ ആ നല്ല സുവിശേഷം അത് കർത്താവെ കാലസമ്പൂർണതയിൽ അവിടുന്ന് നിവർത്തിയാക്കപ്പെട്ട വിധങ്ങളെ കുറിച്ച് ദൈവവചനം ഞങ്ങളെ അറിയിക്കുമ്പോൾ ഈ കാലങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങളും നന്മകളും അനുഭവിച്ച് അങ്ങയ്ക്ക് മഹത്വം ഉള്ള ഒരു ജീവിതം ചെയ്യുവാൻ സഹായിക്കണമേ. കുറവുകളും ബലഹീനതകളുമുള്ള അടിയങ്ങൾക്ക് അവിടുത്തെ ബലം പകർന്ന് പ്രത്യാശയിൽ ജീവിക്കുവാൻ അടിയങ്ങളെ പരിശുദ്ധാത്മാവ് അനുദിനം ഒരുക്കി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഷ്ടത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിരാശയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭവനങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, പലവിധ ആവശ്യഭാരങ്ങളാൽ
ദൈവമേ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഓരോരുത്തരെയും ഓമന പേര് ചൊല്ലി അറിയുന്നവനാകൊണ്ട് കർത്താവ് അവരോട് കരുണ കാണിച്ച് അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരുണയുടെ മറവിൽ മറച്ച് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുന്ന് വേഗം വരുമെന്ന് അവിടുത്തെ വചനത്തിൽ വാഗ്ദത്തം തന്നിരിക്കൊണ്ട് സ്തോത്രം. ഈ കാലങ്ങളേറെയില്ലെന്ന് അവിടുത്തെ വചനത്തിന്റെ നിവർത്തികൾ കാണുന്നത് കൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. എന്നാൽ അടിയങ്ങളുടെ ഒരുക്കവും അടിയങ്ങളുടെ പ്രത്യാശയും എപ്രകാരമാണെന്ന് ചിന്തിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിലേക്ക് വേരൂന്നി വളരുവാൻ ഞങ്ങളെ ഒരുക്കി സഹായിക്കണമേ. എന്ന് നല്ലൊരു പകൽക്കാലം അടിയങ്ങൾക്ക് അവിടുന്ന് വേർതിരിച്ച് അനുഗ്രഹിച്ച് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കുമാറാകണമേ. അവരോട് കരുണ കാണിക്കണമേ. അടിയങ്ങൾ ഓരോരുത്തരോടും കരുണ കാണിക്കണമേ. കൃപയുടെ മറവിൽ അടിയങ്ങളെ മറച്ച് സൂക്ഷിക്കണമേ. കുരിരുട്ടിന്റെയും അന്ധകാരത്തിന്റെയും അനുഭവത്തിൽ നിന്ന് വിടുതൽ തരുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഒരു തലമുറയെ അവിടുന്ന് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ സൂക്ഷിക്കണമേ. വരവിനായിട്ട് ഒരുക്കണമേ. മാനവും മഹത്വപ്പച്ചെടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശുപ്പന്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.